അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് ചക്ക അടയാണ്. ചക്ക അടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പച്ചരി പൊടിപ്പിച്ച് വെച്ചേക്കുന്ന നമ്മുടെ പച്ചരിയാണ്. നമ്മൾ പുട്ടിൻ്റെ ഒക്കെ പരുവത്തിന് പൊടിപ്പിച്ച് വെച്ചേക്കുന്ന പച്ചരി, വറുത്തതല്ല, അല്ലാത്ത പച്ചരിയാണ് പൊടിപ്പിച്ചത്. പിന്നെ നമ്മൾ തേങ്ങ ചിരകി വെച്ചത്, നമ്മുടെ ചക്ക ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഉണ്ട്, ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തത്. പിന്നെ നമ്മുടെ ഏലക്കപ്പൊടി. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വെക്കാത്തൊരു സാധനം എന്ന് വെച്ചാൽ ശർക്കരയാണ്. ശർക്കര വയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അരിഞ്ഞാണ് ഇടേണ്ടത് ശർക്കര. അപ്പോൾ ഒരു കപ്പ് ശർക്കര അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. അത് ഞാൻ പറയാം, വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പാടാം. ഇപ്പം നമുക്ക് എന്താണ് നമ്മുടെ ചക്കയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി നമ്മൾ നേരത്തെ കണ്ടുണ്ടാവും. നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി ഇട്ടെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അര കപ്പ് അരിയും പച്ചരിപ്പൊടിയും നമ്മൾ അര കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നല്ല ചൂട് വെള്ളമാണ്. കാരണം ഇപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റവ് നിറയ്ക്കൊണ്ട് വന്നുകൊണ്ട് നല്ല ആവി പറക്കുന്നു. നല്ല ചൂടുവെള്ളം തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. മാവൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നമ്മൾ ചക്ക വേവിച്ചത് നല്ല രീതിയിൽ ഒന്ന് വെന്ത് നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു പീസ് കിടക്കണമെങ്കിൽ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഈ ഇതിൻ്റെ ആവി അടിച്ചിട്ട് നല്ല മണമാണ്. ഇത് കണ്ടിട്ട് കൺട്രോൾ കിട്ടുന്നില്ലേ എന്നൊരു സംശയം. അപ്പോൾ നമ്മൾ ഇനി ചേർക്കുന്നത് ഒരു കപ്പ് ശർക്കരയാണ്. നമ്മുടെ ശർക്കര നമ്മുടെ ചക്കയായിട്ട് നല്ല രീതിയിൽ നലിഞ്ഞ് ഒന്ന് സെറ്റായി വരും. ഇനി നമുക്ക് ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ ശർക്കര കണ്ടോ കട്ടയായിട്ട് കിടപ്പുണ്ട്. ഇതൊക്കെ ഒന്ന് അലിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് ചിരുകി വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇത് കണ്ടോ നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി നല്ല തിക്കായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി വരണം. അപ്പോൾ നമ്മൾ ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ കറക്കി കൊടുക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചേക്ക് നമ്മുടെ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഏലക്കപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും നല്ല രീതിയിൽ തിക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ തിരികെ വെച്ചേക്ക് നമ്മുടെ നാളികേരമാണ്. നമ്മൾ തേങ്ങ ചിരകി വെച്ചേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നല്ല രീതിയിലൊന്ന് തിക്കാവും, നല്ല രീതിയിൽ ഒന്ന് കട്ടിയായിട്ട് വരും. നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറും. പിന്നെ നമ്മുടെ ശർക്കരയുടെ ആ മധുരമൊക്കെ നമ്മുടെ തേങ്ങയിൽ പിടിച്ചിട്ട് നല്ലതുപോലെയോ. എന്നിട്ട് നമുക്ക് ബാക്കി എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലേശം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യും ഇതെല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇച്ചിരി നെയ്യും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ചക്ക അടയുടെ അകത്ത് വെക്കാനുള്ള ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഇറക്കി വെക്കാം. അത് നമുക്കിനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മാവ്, അതായത് നമ്മുടെ ആ ഫില്ലിങ് ഇല അടയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫില്ലിങ്ങിന് ഇറക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് നമ്മുടെ മാവ് ഒന്ന് ആ ഇലയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല തിന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഇത് നല്ല തിന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ നാടൻ തട്ടുകടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഇലയുടെ ആ ഒരു ട്രാൻസ്പാരൻസി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മാവ് കൈവച്ചിങ്ങനെ വലിച്ചെടുക്കുക. കേട്ടോ, കൈവച്ചിങ്ങനെ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നല്ല തിന്നായിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. കട്ടിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക തട്ടുകടയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നമ്മൾ നാടൻ ഹോട്ടലിൽ നിന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നാടൻ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ട്രാൻസ്പാരൻറ്റ് കാണാൻ പറ്റും, അകത്തെ ഫില്ലിങ് കാണാൻ പറ്റും നമ്മൾ നാടൻ ഹോട്ടലിൽ നിന്ന് മേടിക്കുമ്പോൾ. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ചിലവർ ചെയ്യുന്നത് ഈ മാവ് ഇങ്ങനെ ലൂസായിട്ട് കലക്കിയിട്ട് ഇലയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. പക്ഷേ എനിക്ക് അങ്ങനെ ഒഴിച്ചപ്പോഴത്തേനും മമ്മിയും പറഞ്ഞു അത് ശരിയാവത്തില്ല, ഇതാ കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ മമ്മിയുടെയൊക്കെ ടിപ്പ് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇതെനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ട് ഇങ്ങനെ ചെയ്തപ്പോഴത്തേനും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമ്മുടെ അട ഒന്ന് മടക്കിയെടുക്കാം. കണ്ടോ,
നമ്മൾ മടക്കിയെടുക്കുമ്പോൾ അധികം കട്ടി പാടില്ല. കട്ടി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റും ആ ഒരു ഇത് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഫില്ല് ചെയ്യാണ്. കണ്ടോ, നമുക്ക് അടിയിലത്തെ ഇല കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇല ഇങ്ങനെ എക്സസ് മാവ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വലിച്ച് എടുക്കുന്നതാണ് നല്ലത്. കണ്ടോ. അപ്പോൾ നമുക്ക് അത്രയും ട്രാൻസ്പാരൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. എന്നാൽ മാവ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല. ആ ഒരു കണക്കിന് നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മുടെ ഫില്ലിങ്ങൊക്കെ നിറച്ച് ബാക്കിയുള്ള ഇലയുടെ എല്ലാം നമുക്ക് തയ്യാറാക്കി മാറ്റാം. നമ്മൾ കയ്യിൽ വെള്ളം നനച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഇതേപോലെ ബാക്കിയെല്ലാം ഫില്ല് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നി ഇങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ അത്രയും തിന്നായിട്ട് നമ്മൾ മാവ് വെക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്ത് ഇനി നമുക്കൊന്ന് എല്ലാം ഒന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന സ്റ്റീമറിനകത്ത് വലിയതാണ്ട് കൊള്ളത്തില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ പാത്രം വെച്ചിട്ട് കണ്ടോ, നമുക്ക് ഇതേപോലെ ഹോൾസുള്ള ഇതേപോലത്തെ സംഭവം അതിനകത്ത് ഇറക്കി വെക്കാം. എന്നിട്ട് നമ്മുടെ ഇലയുടെ കൊള്ളുന്നില്ല, അതിനകത്ത് കറക്റ്റായിട്ട് സീറ്റിംഗ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് അടുക്കി വെക്കുക എന്നുള്ളതാണ്. മീൻസ് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റീം കയറിയിട്ട് നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടത്തുള്ളൂ. കണ്ടോ, അപ്പോൾ ആ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് സ്റ്റീം കിട്ടും. പെട്ടെന്ന് നല്ല രീതിയിൽ കുക്കായി വരാൻ കിട്ടും. അപ്പോൾ നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു മാക്സിമം ഒരു 15 മിനിറ്റ്സിൻ്റെ കുക്കിംഗ് മതിയാവുമെന്ന് തോന്നുന്നു. ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഈ സംഭവം ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ കുക്കിങ്ങുള്ള ചാൻസ് പെട്ടെന്ന് നമുക്ക് കിട്ടും. അതിപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് കുക്കിംഗ് വരത്തില്ല. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് മറിച്ച് വെച്ച് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കംപ്ലീറ്റ് നമുക്ക് കുക്കായി കിട്ടും. കണ്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ട്രാൻസ്പാരൻസി കണ്ടോ, നമ്മൾ വളരെ തിന്നായിട്ട് പരത്തി കൊണ്ട് അങ്ങനെ കിട്ടിയത്. അത് നമ്മൾ അടച്ച് വെക്കാം. നമ്മുടെ ഇലയുടെ ഒന്ന് ഞാൻ മറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ രണ്ട് സൈഡും നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുക്കത്തിന് ശേഷം നമുക്കൊന്ന് സെർവ് ചെയ്തെടുക്കാം. ചൂടോടെ എടുക്കാൻ ഭയങ്കര പാടാത്ത, കൈയൊക്കെ പൊള്ളും, പിന്നെ കഴിക്കാനും പറ്റും. ചെറിയ ചൂടോടെ നമ്മൾ കഴിക്കുന്നതാണ് എപ്പോഴും ഇലയുടെ ടേസ്റ്റി ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. Chakka Ada പൊട്ടിച്ചെടുത്തിട്ട് കുഴപ്പമില്ല. രണ്ടും ഞാൻ കരുതി ഇതും ചക്ക അതിൻ്റെതും ചക്ക കൂടെ ആകുമ്പോഴത്തേനും ഒരേ ടേസ്റ്റ് ആയിരിക്കുമെന്ന് കരുതി. പക്ഷേ ഇല്ല, രണ്ടും എൻ്റെ ടേസ്റ്റാണ്. ചക്ക അടയ്ക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട്, ഉണ്ണിയപ്പത്തിനും അതിൻ്റെ ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. ബൈ ഫ്രണ്ട്സ്.